കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു. പച്ചപ്പും പുഴയും നിറഞ്ഞ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഉസ്മാൻ മുസ്ലിയാരെ വലിയ ആദരവായിരുന്നു. കൊല്ലങ്ങളായി നാട്ടിലെ ചെറിയ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു. ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തന്റെ വരുമാനം കുറവാണെങ്കിലും മകൻ അർഷാദിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അർഷാദ് കുട്ടിക്കാലം മുതലേ വളരെ ശാന്തനായിരുന്നു. ഉപ്പയുടെ ആഗ്രഹപ്രകാരം അവൻ 10 വയസ്സായപ്പോഴേക്കും ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കി. നാട്ടുകാരവനെ ഹാഫിൽ അർഷാദ് എന്ന് വിളിച്ചു. ബാങ്ക് വിളിക്കാനും നിസ്കാരത്തിന് നേതൃത്വം നൽകാനും അർഷാദിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവന്റെ മനോഹരമായ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമവാസികൾ പറയുമായിരുന്നു, ഉസ്മാൻ മുസ്ലിയാർക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയായി മകൻ. പക്ഷെ അർഷാദിന്റെ മറ്റൊരാളായിരുന്നു ജീവിച്ചിരുന്നത്. മനൂർ ഗ്രാമത്തിലെ ദാരിദ്ര്യം അർഷാദിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ചോർന്നൊലിക്കുന്ന ഓടിട്ട വീടും പഴയ വസ്ത്രങ്ങൾ തുന്നിക്കെട്ടി ധരിക്കുന്ന ഉമ്മയെയും കാണുമ്പോൾ അവന്റെ ഉള്ളിൽ പണത്തോടുള്ള ആഗ്രഹം വർദ്ധിച്ചു. മറ്റു കുട്ടികൾ പുതിയ വസ്ത്രങ്ങളും സൈക്കിളുകളും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അവൻ അസൂയപ്പെട്ടു. എപ്പോഴും നന്മ മാത്രം ഉപദേശിക്കുന്ന ഉപ്പയ്ക്ക് എന്തുകൊണ്ടാ നല്ലൊരു വീട് പണിയാൻ കഴിയാത്തതെന്നവൻ ചിന്തിച്ചു. പണമില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു വിലയുമില്ലെന്നവൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ തികഞ്ഞ ഭക്തനായി അഭിനയിച്ചുവെങ്കിലും ഉള്ളിൽ എങ്ങനെയെങ്കിലും പണക്കാരനാകണമെന്ന ചിന്ത മാത്രമായിരുന്നു. 10ാം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയിച്ചതോടെ അർഷാദിന് നഗരത്തിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു. മകനൊരു വലിയ ഇസ്ലാമിക പണ്ഡിതനാകാൻ പഠിക്കണമെന്നായിരുന്നു ഉസ്മാൻ മുസ്ലിയാരുടെ ആഗ്രഹം. അതുകൊണ്ട് നഗരത്തിൽ ഒരു മതപഠന കേന്ദ്രത്തിലേക്ക് അദ്ദേഹം മകനെ അയച്ചു. നഗരത്തിലെത്തിയ അർഷാദ് അവിടുത്തെ ആഡംബരങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. മതപഠന കേന്ദ്രത്തിലെ ചിട്ടകൾ അവന് ബുദ്ധിമുട്ടായി തോന്നി. അവൻ രഹസ്യമായി മറ്റൊരു കോളേജിൽ ചേർന്നു. വീട്ടുകാരോട് താൻ മതപഠനം തുടരുകയാണെന്ന് കള്ളം പറഞ്ഞു. ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴാണ് അവൻ സമീർ എന്ന യുവാവിനെ പരിചയപ്പെടുന്നത്. സമീർ പണക്കാരനെ പോലെയാണ് ജീവിച്ചിരുന്നത്. വില കൂടിയ ബൈക്കും ഫോണും അവനുണ്ടായിരുന്നു. സമീറിനോട് സംസാരിച്ചപ്പോൾ പണമുണ്ടാക്കാൻ എളുപ്പവഴികളുണ്ടെന്ന് അർഷാദിന് മനസ്സിലായി. സമീർ അവനെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോയി. നഗരത്തിലെ സമ്പന്നരായ സ്ത്രീകൾക്ക് കൂട്ടുപോവുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അത്. ആദ്യമൊക്കെ അർഷാദിന്റെ മനസാക്ഷി അവനെ തടഞ്ഞു. താനൊരു ഹാഫിലാണല്ലോ എന്ന ചിന്ത അവനെ അലട്ടി. പക്ഷേ സമീർ അവനെ പറഞ്ഞു പറ്റിച്ചു. ഇത് കുറച്ചു കാലം ചെയ്താൽ മതി, നിനക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ നിർത്തിക്കൂടെ എന്നായിരുന്നു സമീറിന്റെ ചോദ്യം. പണത്തോടുള്ള ആർത്തി കാരണം അർഷാദ് ആ തെറ്റായ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അർഷാദ് തന്റെ രൂപം മാറ്റാൻ തീരുമാനിച്ചു. അവൻ താടി വടിച്ചു കളഞ്ഞു, മുടി സ്റ്റൈലായി മുറിച്ചു. നല്ല വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങിയപ്പോൾ അവനൊരു സിനിമാ താരനെ പോലെ തോന്നിപ്പിച്ചു. സമീർ അവനെ നഗരത്തിലെ വലിയ ഫ്ളാറ്റുകളിലും ബംഗ്ലാവുകളിലും കൊണ്ടുപോയി. അവിടെയുള്ള പണക്കാരായ സ്ത്രീകളുമായി അവൻ സൗഹൃദത്തിലായി. അർഷാദ് വിചാരിച്ചതിനേക്കാൾ വലിയ തുകകൾ അവന് ലഭിച്ചു തുടങ്ങി. ഓരോ രാത്രിയും അവൻ പാപത്തിന്റെ ലോകത്ത് മുഴുകി. ആദ്യമൊക്കെ അവന് വലിയ ഭയം തോന്നിയിരുന്നു. പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ അവൻ വല്ലാതെ വിഷമിച്ചു. പക്ഷേ കയ്യിൽ കിട്ടുന്ന നോട്ടുകെട്ടുകൾ ആ വിഷമത്തെ ഇല്ലാതാക്കി. അവൻ നാട്ടിലേക്ക് ഓരോ മാസവും വലിയ തുകകൾ അയച്ചു കൊടുത്തു. തനിക്ക് നഗരത്തിലെ ഒരു വലിയ ഓഫീസിൽ ജോലി കിട്ടിയെന്നും അവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നതെന്നും അവൻ വീട്ടുകാരെ വിശ്വസിപ്പിച്ചു. ഉസ്മാൻ മുസ്ലിയാർ മകന്റെ വളർച്ചയിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നാട്ടിൽ പുതിയ വീടിന്റെ പണി തുടങ്ങി. പഴയ വീട് മാറി അവിടെ വലിയൊരു കൊട്ടാരമുയർന്നു. നാട്ടുകാർ അർഷാദിനെ വലിയൊരു വിജയിയായി കണ്ടു. മുസ്ലിയാരുടെ മകൻ പെട്ടെന്ന് പണക്കാരനായതിൽ പലർക്കും അത്ഭുതം തോന്നി. നാട്ടിൽ വരുമ്പോൾ അർഷാദ് തന്റെ ആഡംബരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അവൻ പഴയതുപോലെ മുണ്ടും ഷർട്ടും ധരിച്ചു. താടി വടിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൊലിപ്പുറത്തെ അസുഖമാണെന്ന് കള്ളം പറഞ്ഞു. ആ പാവ ഉപ്പ അതെല്ലാം വിശ്വസിച്ചു. അർഷാദ് ഒരു ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു. ഒരു വശത്ത് എല്ലാവരും ആദരിക്കുന്ന ഹാഫിൽ, മറുവശത്ത് നഗരത്തിലെ പാപങ്ങളുടെ തോഴൻ. പണം അവനെ പൂർണ്ണമായി മാറ്റിമറിച്ചു. വീട്ടിലെ ദാരിദ്ര്യം മാറിയെങ്കിലും അവന്റെ ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും ഇത് അവസാനിപ്പിക്കണമെന്നവൻ കരുതിയിരുന്നു. പക്ഷേ പണത്തിന്റെ തിളക്കം അവനെ ആ ഇരുണ്ട ലോകത്ത് തന്നെ നിർത്തി. സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഇത്രയും വലിയ ചതിയിൽപ്പെടുത്തിയതിൽ അവനിടയ്ക്ക് വിഷമം തോന്നി. പക്ഷെ അപ്പോഴേക്കും അവൻ ആ ചതുപ്പിൽ ആഴത്തിൽ താഴ്ന്നു പോയിരുന്നു. ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവൻ തന്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു. എന്നാൽ അല്ലാഹു എല്ലാം കാണുന്നുണ്ടെന്നവൻ മറന്നുപോയി. തന്റെ നാശത്തിന്റെ തുടക്കമാണിതെന്ന് അർഷാദ് അറിഞ്ഞില്ല. മനൂർ ഗ്രാമത്തിലെ ഉസ്മാൻ മുസ്ലിയാരുടെ കുടുംബം ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലേക്ക് ഉയർന്നിരുന്നു. അർഷാദ് അയക്കുന്ന പണം കൊണ്ട് പണിത ആ വലിയ വീട് കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിത്തുടങ്ങി. മുറ്റത്തെ ടൈലുകൾ വിരിക്കുകയും വില കൂടിയ അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. മകൻ അയക്കുന്ന പണം ഹലാലായ വഴികളിലൂടെയാണ് വരുന്നതെന്ന് പൂർണ്ണമായും വിശ്വസിച്ച ആ പിതാവ് അർഷാദിനെ ഓർത്ത് അഭിമാനിച്ചു. എന്റെ മകൻ പഠനത്തോടൊപ്പം ജോലി ചെയ്താണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നവരോടൊക്കെ പറയുമായിരുന്നു. എന്നാൽ നഗരത്തിൽ അർഷാദിന്റെ ജീവിതം മറ്റൊരു തലത്തിലായിരുന്നു. സമീർ അവനെ പരിചയപ്പെടുത്തിയത് നഗരത്തിലെ ഒരു നിഗൂഢമായ ലോകത്തേക്കായിരുന്നു. അവിടെ വലിയ ബിസിനസ്സുകാരും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രം എത്തുന്ന ക്ലബ്ബുകളിലും
ആഡംബര ഫ്ളാറ്റുകളിലും അർഷാദ് ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി. ഓരോ രാത്രിയും അവൻ പുതിയ പാപങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചു. പണക്കാരായ സ്ത്രീകളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അവൻ തന്റെ പെരുമാറ്റവും സംസാരവും മാറ്റി. ഒരിക്കൽ പള്ളിയിലെ മിമ്പറിലിരുന്ന മതപ്രസംഗം നടത്തിയിരുന്ന ആ യുവാവ് ഇപ്പോൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പാട്ടുകളിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അർഷാദിന്റെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം നിലനിന്നിരുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്റെ ശരീരം അശുദ്ധമാണെന്ന തോന്നൽ അവനെ വേട്ടയാടി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ അവന്റെ കാതുകൾ പൊത്തിപ്പിടിക്കുമായിരുന്നു. തന്റെ ഉപ്പയുടെ മുഖമോർക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. പക്ഷേ ഓരോ ഇടപാടിനും ശേഷം ലഭിക്കുന്ന വൻ തുകകൾ അവന്റെ മനസ്സാക്ഷിയെ താൽക്കാലികമായി മരവിപ്പിച്ചു. പണം നൽകുന്ന സുഖത്തിൽ അവൻ ദൈവത്തെയും തന്റെ പവിത്രമായ ജീവിതത്തെയും മറന്നു. സമ്പത്ത് വർദ്ധിച്ചതോടെ അർഷാദിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു. അവൻ നാട്ടിലെ പഴയ സുഹൃത്തുക്കളെ ഒഴിവാക്കി. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും അവനൊരു വലിയ ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറി. നഗരത്തിൽ അവൻ സഞ്ചരിച്ചിരുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ബൈക്കുകളിലായിരുന്നു. ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും അവൻ വാരിക്കൂട്ടി. പക്ഷേ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. തന്റെ പാപങ്ങളുടെ ലോകത്തെക്കുറിച്ച് ആരും സംശയിക്കാത്ത വിധം അവൻ വേഷം മാറി. നാട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് അവൻ തന്റെ വസ്ത്രങ്ങൾ മാറുകയും താടി മുളപ്പിച്ചു നിർത്തിയ ഒരു പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഉസ്മാൻ മുസ്ലിയാർക്ക് തന്റെ മകൻ ഇപ്പോഴും ആ പഴയ വിനയമുള്ള ഹാഫിൽ തന്നെയായിരുന്നു. ഉമ്മയുടെ അസുഖങ്ങൾക്ക് മികച്ച ചികിത്സ നൽകാനും സഹോദരിയുടെ വിവാഹത്തിന് ആവശ്യമായ സ്വർണവും പണവും കണ്ടെത്താനും അർഷാദിന് കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ തന്റെ വഴി തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവൻ സ്വയം ന്യായീകരിച്ചു. നഗരത്തിലെ തന്റെ ഇടപാടുകൾക്കിടയിൽ അവൻ പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരിക്കൽ ഒരു വലിയ പാർട്ടിക്കിടയിൽ പോലീസ് റെയ്ഡ് നടന്നപ്പോൾ സമീറിന്റെ സഹായത്തോടെയാണ് അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. അന്ന് രാത്രി അവൻ വിറച്ചുപോയി. തന്റെ സത്യം പുറത്തായാൽ നാട്ടിൽ തന്റെ ഉപ്പ തലയുയർത്തി നടക്കില്ലെന്നവൻ ഓർത്തു. എങ്കിലും പിറ്റേന്ന് രാവിലെ വീണ്ടും പണത്തിന്റെ പിന്നാലെ അവൻ ഓടി. തന്റെ ബിസിനസ് വിപുലീകരിക്കാനായി അവൻ കൂടുതൽ ആളുകളെ പരിചയപ്പെട്ടു. നഗരത്തിലെ വലിയ മാളുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും അവൻ തന്റെ സമയം ചെലവഴിച്ചു. പണം കൂടുന്തോറും അവന്റെ ഭക്തി കുറഞ്ഞു വന്നു. പണ്ട് ഖുർആൻ ഓതുമ്പോൾ അർഷാദിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വെളിച്ചം ഇപ്പോൾ പാപങ്ങളുടെ ഇരുട്ടു മൂടിയിരുന്നു. നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാർ അർഷാദിനെ ഒരു ചടങ്ങിൽ ആദരിക്കാൻ തീരുമാനിച്ചു. നഗരത്തിൽ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്ന മാതൃകാ യുവാവായി അവനെ അവർ കണ്ടു. ആ വാർത്ത കേട്ടപ്പോൾ അർഷാദ് വല്ലാതെ പരിഭ്രമിച്ചു. താൻ ഒളിച്ചുവെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുമോ എന്നവൻ ഭയപ്പെട്ടു. ചടങ്ങിൽ ഉസ്മാൻ മുസ്ലിയാർ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. "നീ എന്റെ അഭിമാനമാണ് മോനെ" എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അർഷാദിന് ഭൂമി പിളർന്നു താഴെ പോയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയി. എങ്കിലും അവൻ ആ അഭിനയം തുടർന്നു. തന്റെ ഓരോ ചുവടും നാശത്തിലേക്കാണെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ ചതുപ്പിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിയാത്ത വിധം അവൻ അതിൽ താഴ്ന്നു പോയിരുന്നു. പണവും പ്രശസ്തിയും അവനെ ഒരു മായാലോകത്ത് തളച്ചിട്ടു. സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അർഷാദ് തന്റെ ഇരുണ്ട ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. അർഷാദിന്റെ ജീവിതം ഇപ്പോൾ പൂർണ്ണമായും പണത്തിനു ചുറ്റുമായിരുന്നു. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ അവൻ തന്റെ ഗ്രാമത്തെയും അവിടുത്തെ ലാളിത്യത്തെയും മറന്നു തുടങ്ങിയിരുന്നു. ഓരോ ആഴ്ചയും അവൻ പുതിയ ഇടപാടുകൾക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു. സമീർ അവനെ പരിചയപ്പെടുത്തിയ സ്ത്രീകൾ മിക്കവരും സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ളവരായിരുന്നു. അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വിശ്വസ്തനായ ഒരാളായി അർഷാദ് മാറി. ഇതിനിടയിൽ അവൻ തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വീട്ടുകാരോട് വീണ്ടും വലിയ കള്ളങ്ങൾ പറഞ്ഞു. താൻ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയെന്നും ഇപ്പോൾ വലിയൊരു വിദേശ കമ്പനിയുടെ പ്രോജക്ട് മാനേജറാണെന്നും അവൻ അവരെ വിശ്വസിപ്പിച്ചു. ഉസ്മാൻ മുസ്ലിയാർ മകന്റെ ഈ വളർച്ചയിൽ അതിയായി സന്തോഷിക്കുകയും പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പണമെല്ലാം വരുന്നത് എത്ര വലിയ പാപത്തിലൂടെയാണെന്ന് ആ പാവം പിതാവ് അറിഞ്ഞില്ല. അർഷാദ് ഇപ്പോൾ നഗരത്തിലെ വലിയൊരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിരുന്നു. അവിടെ അവൻ തന്റെ സുഹൃത്തുക്കൾക്കായി പാർട്ടികൾ നടത്തി. മദ്യവും ആഡംബര വസ്ത്രങ്ങളും അവന്റെ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറി. പണ്ട് പുലർച്ചെ എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിനായി പള്ളിയിലേക്ക് ഓടിയിരുന്ന ആഫിൽ ഇപ്പോൾ പാതിരാത്രി വരെ പാർട്ടികളിൽ മുഴുകി ഉച്ചയ്ക്കാണ് എഴുന്നേറ്റിരുന്നത്. അവന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളിൽ നിന്നും ഇപ്പോൾ മുസ്ലിയാർ വീട്ടിലെ അത്തറിന്റെ മണത്തിന് പകരം വില കൂടിയ വിദേശ പെർഫ്യൂമുകളുടെയും സിഗരറ്റിന്റെയും മണമാണ് വന്നിരുന്നത്. ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം മുഖം തിരിച്ചറിയാൻ അവന് പ്രയാസമായി തോന്നി. ഉള്ളിലെ വെളിച്ചം അണഞ്ഞുപോയ ഒരു മനുഷ്യന്റെ ഭാവമായിരുന്നു അവൻ്റെത്. മനോർ ഗ്രാമത്തിൽ അർഷാദിന്റെ സഹോദരിയുടെ വിവാഹാലോചനകൾ സജീവമായി. നഗരത്തിലെ ഒരു വലിയ ബിസിനസ് കുടുംബത്തിൽ നിന്നാണ് ആലോചന വന്നത്. അവർക്ക് അർഷാദിന്റെ കുടുംബത്തോടുള്ള ബഹുമാനവും അവരുടെ പുതിയ വീടും വലിയ താല്പര്യമുണ്ടാക്കി. വിവാഹത്തിനാവശ്യമായ 50 പവൻ സ്വർണവും വലിയൊരു തുകയും അർഷാദ് ഒറ്റയ്ക്ക് നൽകാമെന്നേറ്റു. ഉസ്മാൻ മുസ്ലിയാർക്ക് ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. "മോനെ, ഇത്രയും പണം നീ എങ്ങനെ കണ്ടെത്തുമെന്ന്?" അദ്ദേഹം ചോദിച്ചു. അർഷാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഉപ്പ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. കൂടാതെ കമ്പനി എനിക്ക് ബോണസും നൽകുന്നുണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട." തന്റെ സഹോദരിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഹറാമായ പണം ഉപയോഗിക്കുന്നതിൽ അവന് ഒരു മടിയും തോന്നിയില്ല. പണം ഏതു വഴിയിലൂടെ വന്നാലും അത് ജീവിതം സുഖകരമാക്കുമെന്ന തെറ്റായ ചിന്ത അവനിലുണ്ടായിരുന്നു. വിവാഹ ആവശ്യങ്ങൾക്കായി അവന് കൂടുതൽ പണം സമ്പാദിക്കാൻ തീരുമാനിച്ചു.
ഇതിനായി അവൻ സമീറിനോട് പുതിയ വഴികൾ ചോദിച്ചു. സമീർ അവനെ ഒരു വിദേശ ടൂറിസ്റ്റ് സംഘവുമായി ബന്ധിപ്പിച്ചു. അവരോടൊപ്പം ഒരാഴ്ച ചെലവഴിച്ചാൽ കിട്ടുന്ന തുക അർഷാദിനെ ഞെട്ടിപ്പിച്ചു. അവൻ തന്റെ ദീനീ പശ്ചാത്തലവും വേഷവും എല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് അവരോടൊപ്പം യാത്ര തിരിച്ചു. ആ യാത്രയിൽ അവൻ കണ്ട കാഴ്ചകളും ചെയ്ത കാര്യങ്ങളും അവന്റെ മനസ്സാക്ഷിയെ കൂടുതൽ മരവിപ്പിച്ചു. നന്മയുടെയും തിന്മയുടെയും അതിർവരമ്പുകൾ അവനിൽ നിന്നും മാഞ്ഞുപോയി. എങ്കിലും ഓരോ തവണയും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൻ തന്റെ അഭിനയം തുടർന്നു. ഞാൻ ഉംറയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഉപ്പ എന്നവൻ കള്ളം പറഞ്ഞപ്പോൾ മുസ്ലിയാർ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ആ കണ്ണുനീർ പോലും അർഷാദിനെ മാറ്റാൻ പര്യാപ്തമായിരുന്നില്ല. സഹോദരിയുടെ വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. ഗ്രാമത്തിലെ എല്ലാവരെയും അവൻ ആ വിരുന്നിലേക്ക് ക്ഷണിച്ചു. ലക്ഷങ്ങൾ ചെലവാക്കിയാണ് അവൻ ആ ചടങ്ങ് നടത്തിയത്. നാട്ടുകാർ അർഷാദിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. പക്ഷെ പള്ളി കമ്മിറ്റിയിലെ ചില മുതിർന്ന ആളുകൾക്ക് അർഷാദിന്റെ മാറ്റത്തിൽ ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു. അവന്റെ സംസാരത്തിലും രീതിയിലും വന്ന ആഡംബരം ഒരു സാധാരണ ജോലിക്കാരൻ്റെതല്ലെന്ന് അവർക്ക് തോന്നി. എങ്കിലും ഉസ്മാൻ മുസ്ലിയാരോടുള്ള സ്നേഹം കാരണം അവരത് പുറത്തു പറഞ്ഞില്ല. അർഷാദ് തന്റെ വിജയത്തിൽ അഹങ്കരിച്ചു. താൻ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞു എന്നും ഇനി ആരും തന്നെ തകർക്കാൻ കഴിയില്ലെന്നും അവൻ വിശ്വസിച്ചു. തന്റെ പാപങ്ങളുടെ കണക്കുപുസ്തകം തുറക്കപ്പെടാൻ പോവുകയാണെന്ന് ആ യുവാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പണത്തിന്റെ പ്രഭയിൽ അവൻ തന്റെ അന്ത്യം മറന്നുപോയി. സഹോദരിയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞ് അർഷാദ് വീണ്ടും നഗരത്തിലേക്ക് മടങ്ങി. വിവാഹത്തിനിനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അധ്വാനിക്കാനും വലിയ ഇടപാടുകൾ ഏറ്റെടുക്കാനും അവൻ തീരുമാനിച്ചു. സമീർ അവന് പുതിയൊരു വാഗ്ദാനം നൽകി. നഗരത്തിലെ ഒരു വൻകിട വ്യവസായ ഗ്രൂപ്പിലെ ഉന്നതനായ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ അർഷാദിനെ പരിചയപ്പെടുത്താമെന്നായിരുന്നു അത്. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ട് വിവാഹത്തിന്റെ ബാക്കി ചെലവുകൾ പൂർണ്ണമായും തീർക്കാമെന്ന് സമീർ അവനെ വിശ്വസിപ്പിച്ചു. അർഷാദ് ആവേശത്തോടെ അത് സമ്മതിച്ചു. നഗരത്തിലെ തന്റെ ആഡംബര ജീവിതത്തിനിടയിൽ അർഷാദ് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ദിവസവും ജിമ്മിൽ പോകുകയും മികച്ച ഭക്ഷണം കഴിക്കുകയും ചെയ്തതോടെ അവൻ കൂടുതൽ സുന്ദരനായി മാറി. നഗരത്തിലെ വലിയ ആളുകളിൽ നിന്ന് അവന് വിവാഹത്തിനായി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി. നാട്ടിലെല്ലാവർക്കും നൽകാനായി സമ്മാനങ്ങളും അവൻ കരുതി. പക്ഷേ ഈ തിളക്കങ്ങൾക്കിടയിലും അവന്റെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു കറുത്ത നിഴൽ പടർന്നിരുന്നു. ഇടക്കുറക്കത്തിൽ അവൻ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. പണ്ട് മനൂർ പള്ളിയിൽ താൻ ഓതിയിരുന്ന ഖുർആൻ വചനങ്ങൾ അശരീരി പോലെ അവന്റെ കാതുകളിൽ മുഴങ്ങി. നരകശിക്ഷയെക്കുറിച്ചുള്ള വചനങ്ങൾ ഓർക്കുമ്പോൾ അവൻ വിയർത്തു. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണത്തിന്റെ ലഹരിയിൽ അവൻ ആ ഭയത്തെ തള്ളിക്കളഞ്ഞു. വിവാഹത്തിന് 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ അർഷാദ് ഒരു വലിയ തുകയുമായി നാട്ടിലെത്തി. ഇത്തവണ അവൻ നാട്ടിൽ വന്നത് സ്വന്തം കാറിലായിരുന്നു. മുസ്ലിയാർ മകന്റെ കാർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും വില കൂടിയ കാർ വാങ്ങാൻ എവിടുന്ന് പണം കിട്ടി പോനെ എന്ന് അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു. അർഷാദ് തയ്യാറാക്കി വെച്ചിരുന്ന കള്ളം ഉടനെ പുറത്തെടുത്തു. ഇത് കമ്പനി എനിക്ക് തന്നതാണുപ്പ. എന്റെ പ്രകടനം കണ്ട് അവർ സന്തോഷിച്ച് തന്ന പ്രമോഷന്റെ ഭാഗമാണിത്. മകന്റെ വാക്കുകളിൽ ആ പിതാവ് വീണ്ടും വിശ്വസിച്ചു. നാട്ടിൽ അർഷാദ് ഇപ്പോൾ ഒരു വലിയ സംഭവമായിരുന്നു. ദരിദ്രനായിരുന്ന ഉസ്മാൻ മുസ്ലിയാരുടെ മകൻ വെറും 2 വർഷം കൊണ്ട് ഇത്രയും വലിയ പണക്കാരനായത് യുവാക്കൾക്കിടയിൽ ചർച്ചയായി. പലരും അർഷാദിനെ പോലെ ആകാൻ ആഗ്രഹിച്ചു. തന്റെ തെറ്റായ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് കണ്ട് അർഷാദിനുള്ളിൽ ചിരി വന്നു. വിവാഹാഘോഷങ്ങൾ അതിഗംഭീരമായി തന്നെ തുടങ്ങി. മനൂർ ഗ്രാമം കണ്ടിട്ടില്ലാതെ അത്ര വലിയ പന്തലുകളും അലങ്കാരങ്ങളും അവിടെ ഒരുങ്ങി. നഗരത്തിൽ നിന്നുള്ള വലിയ കാറ്ററിംഗ് സംഘമാണ് ഭക്ഷണമൊരുക്കാനെത്തിയത്. ഇതിനിടയിൽ അർഷാദ് ഗ്രാമത്തിലെ പള്ളിക്കു വേണ്ടി ഒരു വലിയ തുക സംഭാവനയായി നൽകി. പള്ളി കമ്മിറ്റി അവനെ വേദിയിലിരുത്തി ആദരിച്ചു. സ്വന്തം ഉപ്പയുടെ മുന്നിൽ വെച്ച് ആദരിക്കപ്പെടുമ്പോൾ അർഷാദ് വല്ലാതെ വിയർത്തു. താനൊരു വലിയ വഞ്ചകനാണെന്ന സത്യമുള്ളിലൊതുക്കി അവൻ പുഞ്ചിരിച്ചു. പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ അവനെ വാനോളം പുകഴ്ത്തി. നമ്മുടെ അർഷാദ് ഈ ഗ്രാമത്തിന്റെ അഭിമാനമാണ് എന്നവർ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം അർഷാദ് വിചാരിച്ചത് താൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ്. പണം കൊണ്ട് എന്തും മറച്ചുവെക്കാമെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ വിവാഹത്തിന് 3 ദിവസം മുമ്പ് അർഷാദിന്റെ ആരോഗ്യത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവന് അകാരണമായ ഭയവും നെഞ്ചിടിപ്പും അനുഭവപ്പെട്ടു. നഗരത്തിലെ പാപങ്കലമായ ജീവിതം നൽകിയ സമർത്ഥമാണെന്ന് കരുതി അവനത് കാര്യമാക്കിയില്ല. സമീർ അവനെ ഫോണിൽ വിളിച്ച് പുതിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. സമീറിന് തന്റെ വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രാത്രി അർഷാദിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല.
തന്റെ മുറിയിലെ AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നിട്ടും അവൻ വല്ലാതെ വിയർത്തു. തന്റെ ഉള്ളിലെ പാപങ്ങൾ പുറത്തേക്ക് ചാടാൻ വെമ്പുന്നതുപോലെ അവന് തോന്നി. പിറ്റേന്ന് രാവിലെ അവൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ കണ്ടു. തന്റെ സൗന്ദര്യം നശിക്കുകയാണോ എന്നവൻ ഭയപ്പെട്ടു. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു അതെന്ന് അവൻ അറിഞ്ഞില്ല. തന്റെ സമ്പാദ്യമെല്ലാം നശിപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റ് അടുത്തുണ്ടെന്ന് തിരിച്ചറിയാതെ അവൻ വിവാഹത്തിരക്കുകളിൽ മുഴുകി. വിവാഹത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അർഷാദിന്റെ അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ബന്ധുക്കളും സുഹൃത്തുക്കളും വീട് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും അർഷാദിന്റെ കഠിനാധ്വാനത്തെയും കുടുംബത്തോടുള്ള സ്നേഹത്തെയും പുകഴ്ത്തി സംസാരിച്ചു. ഉസ്മാൻ മുസ്ലിയാർ മകന്റെ ഓരോ ചുവടിലും അഭിമാനം കൊണ്ടു. എന്നാൽ അർഷാദിന് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ തന്റെ ഫോണിലെ പഴയ ചിത്രങ്ങൾ നോക്കി. നഗരത്തിലെ പാർട്ടികളും അവിടത്തെ അധാർമികമായ ജീവിതവും ഓരോന്നായി അവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. പണത്തിനു വേണ്ടി താൻ വിറ്റത് സ്വന്തം ആത്മാവിനെയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. ആ രാത്രി അർഷാദിന് വിട്ടുമാറാത്ത തലവേദന അനുഭവപ്പെട്ടു. നഗരത്തിൽ നിന്നും കൊണ്ടുവന്ന വില കൂടിയ മരുന്നുകൾ കഴിച്ചിട്ടും അവന് ആശ്വാസം ലഭിച്ചില്ല. ഇതിനിടയിൽ സമീർ അവനെ വീണ്ടും വിളിച്ചു. നഗരത്തിൽ ഒരു പുതിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നും അവർ അർഷാദിനെ അന്വേഷിക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ടതോടെ അർഷാദിന്റെ നില തെറ്റി. തന്റെ രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം അവന് വല്ലാതെ അലട്ടി. വിവാഹം കഴിഞ്ഞാൽ ഉടൻ ഈ പണികളെല്ലാം നിർത്തി വിദേശത്തേക്ക് കടക്കാമെന്ന് അവൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ വിധി അവന് മറ്റൊന്നാണ് കരുതി വച്ചിരുന്നത്. അർഷാദ് തന്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം എടുത്തു നോക്കി. ആ നോട്ടുകെട്ടുകൾക്കിപ്പോൾ രക്തത്തിന്റെ മണമുണ്ടെന്ന് അവന് തോന്നി. പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് മുന്നോടിയുള്ള ചടങ്ങുകൾ തുടങ്ങി. അർഷാദ് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അതിഥികൾക്കിടയിൽ നിന്നു. പക്ഷെ അവന്റെ മുഖത്തെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. ഉമ്മ അവനെ നോക്കി ചോദിച്ചു, മോനെ, നിനക്കെന്തെങ്കിലും വയ്യായികയുണ്ടോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അർഷാദ് ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. പക്ഷെ ഉച്ചയായതോടെ അവന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ബോധരഹിതനായി വീണ അവനെ ഉടനെ നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ അവനെ പരിശോധിച്ചുവെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമിതമായ മാനസിക സമ്മർദ്ദം മൂലമാകാമെന്നവർ പറഞ്ഞു. എന്നാൽ അർഷാദിന്റെ അവസ്ഥ ഓരോ മണിക്കൂറിലും വഷളായിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അർഷാദ് വിചിത്രമായ കാഴ്ചകൾ കണ്ടു. താൻ ചെയ്ത ഓരോ തെറ്റും വലിയ രൂപത്തിൽ തന്റെ മുന്നിൽ വരുന്നതായി അവന് തോന്നി. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഉസ്മാൻ മുസ്ലിയാർ മുഖന്റെ അരികിലിരുന്ന് ഖുർആൻ ഓതി. അത് കേൾക്കുമ്പോൾ അർഷാദ് കൂടുതൽ അസ്വസ്ഥനായി. ഇതൊന്ന് നിർത്തൂ ഉപ്പ, എനിക്കിത് കേൾക്കാൻ വയ്യ എന്നവൻ കരഞ്ഞു പറഞ്ഞു. മുസ്ലിയാർ ഞെട്ടിപ്പോയി. തന്റെ മകൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അർഷാദിന്റെ ശരീരം തണുത്തുവിറച്ചു. അവന്റെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചു. തന്റെ അവസാന നിമിഷങ്ങൾ അടുത്തു എന്നവൻ തിരിച്ചറിഞ്ഞുവെങ്കിലും സത്യം തുറന്നു പറയാൻ അവന് കഴിഞ്ഞില്ല. വിവാഹ ദിവസം പുലർച്ചെ അർഷാദിന്റെ നില അതീവ ഗുരുതരമായി. ഡോക്ടർമാർ കൈമലർത്തി. അവന്റെ രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നു. ഉമ്മയും സഹോദരിയും അരികിലിരുന്ന് കരഞ്ഞു. അർഷാദ് തന്റെ ഉപ്പയുടെ കൈകൾ മുറുകെ പിടിച്ചു. എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവന്റെ വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ആ യുവാവിന്റെ ശ്വാസം നിലച്ചു. മനോർ ഗ്രാമത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു അത്. കല്യാണം നടക്കേണ്ട വീട്ടിൽ പെട്ടെന്ന് മരണത്തിന്റെ നിശബ്ദത പടർന്നു. സന്തോഷം നിറഞ്ഞ ആഘോഷങ്ങൾ നിമിഷനേരം കൊണ്ട് വലിയൊരു ദുരന്തമായി മാറി. അർഷാദ് പടുത്തുയർത്തിയ ആ വലിയ കൊട്ടാരം ഇപ്പോൾ ഒരു ശ്മശാനം പോലെ തോന്നിപ്പിച്ചു. പണം കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുണ്ടെന്ന വലിയ സത്യം അവിടെ തെളിഞ്ഞു നിന്നു. അർഷാദിന്റെ മരണം മനൂർ ഗ്രാമത്തെ ഒന്നടങ്ങ് നടുക്കി. കല്യാണവീട് ഒരു നിമിഷം കൊണ്ട് മരണവീടായി മാറി. അലങ്കരിച്ച പന്തലുകളിലും വിളക്കുകളും നോക്കി നാട്ടുകാർ നെടുവീർപ്പെട്ടു. ഉസ്മാൻ മുസ്ലിയാർ തകർന്നുപോയി. തന്റെ മകൻ ഇത്ര പെട്ടെന്ന് യാത്രയാകുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അർഷാദിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ കൂട്ടനിലവിളിയായിരുന്നു. സുന്ദരനായ ആ യുവാവിന്റെ ശരീരം ഇപ്പോൾ വിളറി വെളുത്തിരുന്നു. അവന്റെ മുഖത്തെ ആ പഴയ പ്രകാശം പാടെ കെട്ടുപോയിരുന്നു. മയ്യത്ത് കട്ടിലിൽ അവനെ കിടത്തിയപ്പോൾ അവൻ സമ്പാദിച്ച വില കൂടിയ വസ്ത്രങ്ങളോ ആഡംബരങ്ങളോ അവന് കൂട്ടുണ്ടായിരുന്നില്ല. വെളുത്ത കഫൻ പുതപ്പ് മാത്രമായിരുന്നു അവന്റെ ഏക സമ്പാദ്യം. മയ്യത്ത് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നേരം കാലാവസ്ഥ പെട്ടെന്ന് മാറിമറിഞ്ഞു. ഇതുവരെ തെളിഞ്ഞു നിന്ന ആകാശം ഇരുണ്ടുകൂടി. കാറ്റും മഴയും അപ്രതീക്ഷിതമായി എത്തി. പള്ളിയിലേക്ക് മയ്യത്ത് ചുമന്നു കൊണ്ടുപോയവർക്ക് നടക്കാൻ പോലും പ്രയാസമായി. ശക്തമായ കാറ്റിൽ മയ്യത്ത് കട്ടിൽ പലപ്പോഴും മുലഞ്ഞു. ഇതു കണ്ട നാട്ടുകാർക്കിടയിൽ ചെറിയൊരു സംസാരമുയർന്നു.
നല്ലൊരു മനുഷ്യനായിരുന്നു അർഷാദ്. എന്നിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നവർ പരസ്പരം ചോദിച്ചു. ഉസ്മാൻ മുസ്ലിയാർ തന്റെ സങ്കടം ഉള്ളിലൊതുക്കി എല്ലാവരെയും സമാധാനിപ്പിച്ചു. മകന്റെ കബറടക്കം വേഗത്തിൽ നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പള്ളിയിലെത്തിയപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു. പക്ഷേ അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അർഷാദിന്റെ കബറടക്കത്തിനായി കുഴിച്ച കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നു. എത്ര കോരിക്കളഞ്ഞിട്ടും വെള്ളം വന്നുകൊണ്ടേയിരുന്നു. സാധാരണ നിലയിൽ അവിടെ അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. ഉസ്മാൻ മുസ്ലിയാർ വല്ലാതെ പരിഭ്രമിച്ചു. ഒടുവിൽ മറ്റൊരു സ്ഥലം നോക്കി കുഴിവെട്ടാൻ അദ്ദേഹം പറഞ്ഞു. എന്നാൽ രണ്ടാമത് വെട്ടിയ കുഴിയിലും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ആളുകൾ ഭയത്തോടെ പരസ്പരം നോക്കി. ഉസ്മാൻ മുസ്ലിയാർ നിസ്സഹായനായി നിന്നു. തന്റെ മകൻ ചെയ്ത എന്തോ വലിയ പാപം കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചിലർക്ക് സംശയം തോന്നി. പക്ഷേ ആരും അത് തുറന്നു പറഞ്ഞില്ല. ഒടുവിൽ കഠിന പ്രയത്നത്തിനൊടുവിൽ കബറടക്കത്തിനുള്ള സൗകര്യമൊരുക്കി. ഈ സമയത്താണ് നഗരത്തിൽ നിന്ന് സമീർ അവിടെ എത്തിയത്. അർഷാദിന്റെ മരണവാർത്ത കേട്ടവന് സമീർ ആകെ തകർന്നിരുന്നു. അവൻ അർഷാദിന്റെ മൃതദേഹം കണ്ട് അലറിക്കരഞ്ഞു. നാട്ടുകാർ അവനെ നോക്കി അത്ഭുതപ്പെട്ടു. സമീർ ഉസ്മാൻ മുസ്ലിയാരുടെ കാൽക്കൽ വീണു. എനിക്ക് മാപ്പ് തരണം ഉസ്താദെ, അവനെ നശിപ്പിച്ചത് ഞാനാണെന്നവൻ വിളിച്ചു പറഞ്ഞു. ആളുകൾ കൂടി നിന്നു. സമീർ ഓരോന്നായി തുറന്നു പറയാൻ തുടങ്ങി. അർഷാദ് നഗരത്തിൽ ചെയ്തിരുന്ന ജോലിയെക്കുറിച്ചും അവൻ നയിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ചും അവൻ വിവരിച്ചു. പണത്തിനു വേണ്ടി അവൻ അള്ളാഹുവിനെ മറന്ന കാര്യവും കള്ളങ്ങൾ പറഞ്ഞ കുടുംബത്തെ വഞ്ചിച്ചതും കേട്ടപ്പോൾ ഉസ്മാൻ മുസ്ലിയാർ തളർന്നു വീണു. താൻ അഭിമാനത്തോടെ ഉപയോഗിച്ച പണം ഹറാമായ വഴികളിലൂടെ വന്നതാണെന്നറിഞ്ഞപ്പോൾ ആ പിതാവിനെ താങ്ങാനായില്ല. ഗ്രാമവാസികൾക്കിടയിൽ വലിയൊരു നിശബ്ദത പടർന്നു. ഹാഫിൽ അർഷാദിന്റെ മറ്റൊരു മുഖം അവർക്ക് വിശ്വസിക്കാനായില്ല. ഉസ്മാൻ മുസ്ലിയാർ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. തന്റെ മകൻ ഹറാമായ പണം കൊണ്ടാണ് ആ കൊട്ടാരം പണിതെന്നും കുടുംബത്തെ പോറ്റിയതെന്നും അറിഞ്ഞപ്പോൾ ആ പിതാവിന്റെ ഹൃദയം നുറുങ്ങി. അദ്ദേഹം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവേ, അറിയാതെയാണെങ്കിലും ഹറാമായ ഭക്ഷണം എന്റെ വയറ്റിലെത്തിയതിൽ നീ എന്നോട് പൊറുക്കണേ എന്നദ്ദേഹം നിലവിളിച്ചു. ആ കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അർഷാദിന്റെ മൃതദേഹം ഖബറിലേക്ക് ഇറക്കിയപ്പോൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഖബറിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത് അവിടെയുള്ളവർക്ക് അനുഭവപ്പെട്ടു. സാധാരണ ഒരു മൃതദേഹത്തിൽ നിന്നും വരാത്ത വിധത്തിലുള്ള ഭീകരമായ മണമായിരുന്നു അത്. മയ്യത്ത് ഖബറിൽ വെച്ച് മണ്ണ് മൂടുമ്പോൾ ആകാശം ഒന്നുകൂടി ഇരുണ്ടു. ശക്തമായ ഇടിമിന്നലുകൾ പള്ളിമുറ്റത്ത് പതിച്ചു. കൂടി നിന്നവർ ഭയന്നു പിന്മാറി. ഖബറടക്കം കഴിഞ്ഞ ഉടനെ ഉസ്മാൻ മുസ്ലിയാർ ഒരു പ്രഖ്യാപനം നടത്തി. അർഷാദ് സമ്പാദിച്ച ഒരു പൈസ പോലും ഇനി തനിക്ക് വേണ്ടെന്നും അവന്റെ സമ്പാദ്യവും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് പഴയ ആ ചെറിയ പുര മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അർഷാദിന്റെ മരണം സമീറിന്റെ ജീവിതത്തിലും വലിയ മാറ്റമുണ്ടാക്കി. സ്വന്തം സുഹൃത്തിന്റെ ദയനീയമായ അന്ത്യം കണ്ട് അവൻ തന്റെ തെറ്റായ വഴികളെല്ലാം ഉപേക്ഷിച്ചു. അവൻ മനൂർ ഗ്രാമത്തിൽ തന്നെ താമസിച്ച് ഉസ്മാൻ മുസ്ലിയാരെ സേവിക്കാൻ തീരുമാനിച്ചു. തന്റെ പാപങ്ങൾക്ക് പകരമായി ആ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാമെന്ന് അവൻ അല്ലാഹുവിനെ സാക്ഷിയാക്കി സത്യം ചെയ്തു. സമീർ പിന്നീട് ലളിതമായ ജീവിതം നയിക്കുകയും കഠിനാധ്വാനം ചെയ്തു ജീവിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അർഷാദിന്റെ സഹോദരിയുടെ വിവാഹം ലാളിത്യത്തോടെ നടന്നു. അർഷാദ് പണിത ആ വലിയ വീട് പിന്നീടൊരു അനാഥാലയമായി മാറ്റപ്പെട്ടു. പാപത്തിലൂടെ സമ്പാദിച്ച പണം ഒടുവിൽ നന്മയ്ക്കായി ഉപയോഗിക്കപ്പെട്ടു. മനൂർ ഗ്രാമത്തിലെ ആളുകൾക്ക് അർഷാദിന്റെ ജീവിതം വലിയൊരു പാഠമായി മാറി. പുറമേ കാണുന്ന ഭക്തിയേക്കാൾ ഉള്ളിലെ ശുദ്ധിയാണ് പ്രധാനമെന്ന് അവർ തിരിച്ചറിഞ്ഞു. പണം എത്രയുണ്ടായാലും അത് നേരായ വഴിയിലൂടെ അല്ലെങ്കിൽ അതിന്റെ അന്ത്യം ഭീകരമായിരിക്കുമെന്ന് ആ ഗ്രാമം പഠിച്ചു. അല്ലാഹു നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. ലോകത്തിനു മുന്നിൽ എത്ര വലിയവനായി അഭിനയിച്ചാലും പ്രപഞ്ചനാഥന്റെ മുന്നിൽ ഒന്നും ഒളിച്ചുവെക്കാൻ കഴിയില്ല. അഹങ്കാരവും ആർത്തിയും മനുഷ്യനെ നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. നേരായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയി. അർഷാദിന്റെ ജീവിതം അവസാനിച്ചത് ഇരുട്ടിലാണെങ്കിലും അത് കണ്ടുനിന്നവർക്ക് വെളിച്ചത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി മാറി.